എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കോടതികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോടതികളിലെ പൊതുവിൽ പുരുഷന്മാർ തർക്കിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഞങ്ങൾ മെയിൻ്റനൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കോർട്ടിൽ മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും കോടതികളിൽ വന്ന് വളരെ ഡിസ്പ്യൂട്ട് നേരിടുന്നതാണ് മെയിൻ്റനൻസ് കേസുകൾ. അതായത് പഴയ CRPC 125 പ്രകാരവും അല്ലെങ്കിൽ ഇപ്പോഴത്തെ BNSS 144 പ്രകാരവും ഫയൽ ചെയ്യുന്ന കേസുകൾ. മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ റീസെൻ്റ് ആയിട്ടുള്ളൊരു വിധി വന്നു. അത് ഫേവറബിൾ വൈഫിനായിരുന്നു. അതായത് എതിർഭാഗത്തിൻ്റെ തർക്കം എങ്ങനെയായിരുന്നു, വൈഫിന് നല്ല രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട്, ഡിഗ്രി എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്, അത് കാരണം അവൾക്ക് ജോലിക്ക് പോകാനുള്ള എല്ലാവിധമായ ക്വാളിഫിക്കേഷനും ഉണ്ട്, അത് കാരണം കൊടുക്കാൻ പറ്റില്ല, മെയിൻ്റനൻസ് കൊടുക്കാൻ പറ്റില്ല എന്നായിരുന്നു ഹസ്ബൻഡിൻ്റെ ഭാഗത്ത് തർക്കം വന്നത്. പക്ഷേ കോടതി കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും, അതായത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും അത് ജോലിക്ക് പോകാൻ പറ്റുന്ന, അതായത് മേ ഏൺ ആൻഡ് ഈസ് ഏണിങ് ഈസ് ഡിഫറെൻറ്റ്. അതായത് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവാഹം കഴിച്ചു വരുന്ന സ്ത്രീക്ക് ജോലി ചെയ്യാനുള്ള വിദ്യാഭ്യാസമുള്ളതും ജോലി ഉള്ളതും രണ്ടാണ് എന്ന് കണ്ടിട്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് 40,000 rupees വരെ ചിലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ എപ്പോഴും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടിയിട്ട് കോടതികൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ കോടതികളിലെ പൊതുവിൽ പുരുഷന്മാർ തർക്കിക്കുന്ന വിദ്യാഭ്യാസം ഉണ്ടല്ലോ, പിന്നെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ, അല്ലെങ്കിൽ ജോലിക്ക് പോകാനുള്ള വിദ്യാഭ്യാസം ഉള്ളത് കൊണ്ട് ഞങ്ങൾ മെയിൻ്റനൻസ് കൊടുക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ കോർട്ടിൽ മധ്യപ്രദേശ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളിൽ ഇവർക്ക് ജോലിക്ക് പോകാതിരിക്കാം, അല്ലെങ്കിൽ ഒന്നുകിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അവിടുത്തെ എന്തെങ്കിലും ഹൗസ് ഹോൾഡ് ജോലി കാര്യങ്ങൾ കാരണം, അല്ലെങ്കിൽ കൊച്ചുങ്ങളുടെ കാര്യങ്ങൾ, പ്രഗ്നൻസി കാര്യങ്ങൾ, അല്ലെങ്കിൽ റീലൊക്കേഷൻ, ഇങ്ങനത്തെ പല കാര്യങ്ങളും കാരണം ഇപ്പോൾ ചിലപ്പോൾ ഫാമിലി ഹസ്ബൻഡ് വീട്ടുകാർ തന്നെ ജോലിക്ക് വിടാതിരിക്കാം. അപ്പം കുറേ ഗ്യാപ്പ് വരും. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒത്തിരി ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു കരിയർ ബ്രേക്ക് വന്ന് പിന്നെ തിരിച്ച് പോകുമ്പോഴേക്കും ജോലി നഷ്ടപ്പെടുക, അല്ലെങ്കിൽ ജോലി കിട്ടാതെയും ഇരിക്കുക. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഒരു ജോലി ക്വാളിഫിക്കേഷൻ ഉണ്ട്, ജോലിക്കുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഭർത്താവിന് അതിൽ നിന്നും എന്താ പറയുക, ആ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റാണ്. വൈഫിന് മെയിൻ്റനൻസ് കൊടുക്കാനുള്ള ഉത്തരവാദിത്തം, അതല്ലെങ്കിൽ ലയബിലിറ്റി ഹസ്ബൻഡിനുണ്ട് എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതി വന്നത്. ഇതിനകത്ത് വേറൊരു തർക്കവും കൂടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ സ്ത്രീധനങ്ങളൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല, എല്ലാ സ്ത്രീധനങ്ങളും അവളുടെ കയ്യിൽ തന്നെ ഉണ്ട്, അതായത് അവൾക്കൊരു അസറ്റ് ഉണ്ട്, അതിനർത്ഥവും നമുക്ക് ചിലവിന് കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കൊടുക്കണ്ട എന്ന് കോടതിയില്ല. സ്ത്രീധനം എന്ന് പറയുന്നത് അവളുടെ റൈറ്റാണ്, പക്ഷേ ഇതെന്ന് പറയുന്നത് ഹസ്ബൻഡിന് ലയബിലിറ്റിയും കൂടെയാണ്, മെയിൻ്റനൻസ് കൊടുക്കുക. അതാണ് മധ്യപ്രദേശ് ഹൈക്കോടതി വന്നത്. പക്ഷേ ഒരു നോക്കുമ്പോഴേക്കും എല്ലാ കാലത്തും ഈ വൈഫിന് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണോ? അതല്ല കോർട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഫീഷ്യൻറ്റ് ഇൻകം ഇവർക്ക് കിട്ടുന്നവരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഏർണിംഗ് ആണെങ്കിൽ തന്നെയും ആ ഇൻകം ഇവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ഹസ്ബൻഡിൻ്റെ മാരേജ് ചെയ്യുന്ന സമയത്തുള്ള ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട് ജീവിക്കാനുള്ള ഇൻകം കിട്ടുന്നത് വരെ നമ്മൾ മെയിൻ്റനൻസ് കൊടുക്കാനാണ് കോടതി പറഞ്ഞത്. ഇപ്പോൾ എപ്പോഴാണ് മെയിൻ്റനൻസ് നിൽക്കുന്നത്? ഒന്നുകിൽ ഇവർക്ക് നല്ലൊരു ജോലി, വൈഫിന് നല്ലൊരു ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ അവൾ റീമാരേജ് ചെയ്യുമ്പോൾ, അതുവരെ ഹസ്ബൻഡിൻ്റെ, അതായത് ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ ആ ഒരു ഉത്തരവാദിത്തം നിലനിൽക്കും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് ഈ മധ്യപ്രദേശ് ഹൈക്കോടതി നോക്കിയത്. ഒരു ജോലി, ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് മാത്രം അതിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളെന്ന് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കൊടുക്കണ്ട എന്ന് കോടതി കണ്ടു. കൊടുക്കണ്ട എന്നൊരു ഓർഡർ ഇടില്ല എന്നാണ് കോടതി കണ്ടത്. അതായത് ഒരാൾക്ക് വൈഫിന് ഏൺ ചെയ്യാൻ കഴിയും എന്നത് കൊണ്ട് മാത്രം അവൾ ഏൺ ചെയ്യുന്നു എന്ന് കാണാൻ പറ്റില്ല. അതായത് അവൾക്ക് ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്, അല്ലെ കഴിയും എന്നുള്ളതും ഏൺ ചെയ്യുന്നതും രണ്ടാണ്. ഇയാൾ ഹസ്ബൻഡ് പറയുകയാണ് വൈഫ് ഏൺ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിഡൻസ് പ്രകാരം പ്രൂവ് ചെയ്യണം എന്നും കോടതി പറയുന്നുണ്ട്. അതായത് മേ ഏൺ ആൻഡ് ഈസ് ഏർണിംഗ് ഈസ് ഡിഫറെൻറ്റ്.